ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ മീനാക്ഷി ധർമ്മനോട് പറയണം, മാമൻ എങ്ങനെയെങ്കിലും ആ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് അനുശ്രയം കൂട്ടിക്കൊണ്ട് വരണം എന്ന്. മോളെ മീനു, നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഇപ്പം തന്നെ കണ്ടില്ലേ അളിയനെയും ചേച്ചിയെയും എന്തുമാത്രം വേദനിപ്പിച്ചിട്ടാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനിയും അവളുടെ ഒരു കാര്യത്തിന് വേണ്ടി അവളുടെ പിന്നാലെ നടക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയാം. മാമ പ്ലീസ്, ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിലെന്തേലും കാരണം കാണുമെന്ന് മാമൻ അറിയില്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ എനിക്കറിയാം, നീ എന്തിനാ അവളോട് സംസാരിക്കാൻ നിൽക്കുന്നേ? അത് മാമ, എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റൂ. ഞാൻ മിത്രയും കൂട്ടിക്കൊണ്ട് ആ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിങ്ങളെയും കാത്തിരിക്കാം. മാമൻ എന്തെങ്കിലും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരണം. അവൾ നമ്മളോട് മനസ്സ് തുറക്കാൻ തയ്യാറായില്ലെങ്കിലോ അവൾ എന്നോടും മിത്രയോടും മനസ്സ് തുറന്ന് സംസാരിക്കും. എനിക്കത് ഉറപ്പാ. ഞങ്ങളുടെ മുന്നിൽ അധികം പിടിച്ചു നിൽക്കാനൊന്നും അവളെ കൊണ്ട് സാധിക്കില്ല. മാമൻ ഇക്കാര്യം ഒന്ന് ചെയ്തു താ എന്ന് പറയാണ്. ഞാൻ പോകാം, നീ എന്നെ ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യാം, നിനക്ക് വേണ്ടി എന്ന് പറയാം. എനിക്ക് വേണ്ടി മാമൻ ഇതൊന്നും ചെയ്യുക എന്ന് പറയാം. പിന്നെ ഇവിടെ ആരും തൽക്കാലം ഇക്കാര്യമൊന്നും അറിയണ്ട കേട്ടോ എന്ന് പറയാം. ആയിക്കോട്ടെ എന്ന് അപ്പോൾ ധർമ്മം പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അനുശ്രയെ കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മീനാക്ഷി. ഇതേ സമയം അലോകാണെങ്കിൽ കൃഷ്ണമംഗലത്ത് റൂം മുഴുവൻ തപ്പുവാണ് കേട്ടോ. ഇവളീ കത്തി എവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നത്? അവളുടെ ഒരു കത്തി, അത് കാണിച്ചാണല്ലോ ഇന്നലെ അവൾ എന്നെ പേടിപ്പിച്ചത്. ആ കത്തി എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവളുടെ അഹങ്കാരം തീരും എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും നോക്കുക, അലമാരിയിലും മേശപ്പുറത്തും ഒക്കെ നോക്കാൻ കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പം തലേണയുടെ അടിയിലെങ്ങാനും കയറ്റി വെച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ച് തലേണ പൊക്കി നോക്കുകയാണേ. അപ്പം നമ്മുടെ കത്തി അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് അത് എടുക്കുമോ? അവളുടെ ഒരു കത്തി, ഇത് കാണിച്ച് ഇന്നലെ എന്തൊരു ഷോ ആയിരുന്നു അവള്. ഇനി അവള് എൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നൊന്ന് കാണണം. ഈ കത്തിയാണല്ലോ അവളുടെ ധൈര്യം. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അനു ആണെങ്കിൽ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണേ. അപ്പം അലോക് കത്തിയും പിടിച്ച് നിൽക്കുന്നത് കാണുവാണ് കേട്ടോ അനുശ്രീ. അപ്പം അലോകാണെങ്കിൽ അനുവിൻ്റെ മുന്നിലേക്ക് ആ കത്തി നീട്ടുക. ഈ കത്തി ആയിരുന്നില്ലേടി നിൻ്റെ ധൈര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് എൻ്റെ കൈ അനുശ്രീക്ക് നേരെ ആ കത്തി നീട്ടുക. ഇന്നലെ നീ എന്നെ കത്തി മുന്നിൽ നിർത്തിയെങ്കിൽ ഇന്ന് അതേ കത്തിക്ക് മുന്നിൽ നീയാ നിൽക്കുന്നത്. ഉള്ളിലൊരു വിറയലുണ്ടെങ്കിലും അത് മറിച്ച് നീ നിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ അനുശ്രീ നല്ല ധൈര്യത്തിലാണ് നിൽക്കുന്നത്. നിനക്ക് എന്നെ ജയിക്കാൻ കത്തി വേണം, പക്ഷേ എനിക്കുണ്ടല്ലോ ഈ കൈ മാത്രം മതി നിന്നെ ജയിക്കാൻ. ആയിക്കോട്ടെ എന്ന് അനു പറയും. ഒരെണ്ണം തന്നാലുണ്ടല്ലോ നിനക്കത് താങ്ങാൻ പറ്റില്ല. തന്നു നോക്ക്, അറിയാലോ താങ്ങാൻ പറ്റോ ഇല്ലയോന്ന്. എടി വാചകം അടിക്കാതെടി, എത്ര ചാടിയാലും നീ വെറും ഒരു പെണ്ണാ. ശരിയാ, ഞാൻ വെറും ഒരു പെണ്ണാ. പക്ഷേ നീ ഒരാണായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയില്ല എടി എന്നും പറഞ്ഞ് അലൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് വരികയാണേ. അപ്പം നമ്മുടെ അനുവാണെ ആ കത്തി പിടിച്ചങ്ങോട്ട് മേടിക്കും. ആണാണെങ്കിലേ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഷോ കാണിക്കില്ല. പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ വെറും ഒരു പെണ്ണാണെന്ന്. യഥാർത്ഥ പെണ്ണെന്താണെന്ന് നിനക്ക് ഞാൻ അറിയിച്ചു തരുന്നുണ്ടടാ എന്ന് പറയാ. നിർത്തടി, നോക്ക്, ഓവറായാലേ നിന്നെ ചവിട്ടിക്കൂട്ടി ഞാൻ ഭിത്തിയെ കയറ്റും. പിന്നെ നിന്റെ നിലവിളി ആ ദേവമംഗലത്ത് കേൾക്കും. നിന്റെ അച്ഛനും ഏട്ടന്മാരും ഒന്നും നിന്നെ രക്ഷിക്കാൻ ഇനി ഇങ്ങോട്ട് കയറി വരില്ല എന്ന് അലോക് പറയാം. അതിനു മുമ്പ് നീ കരയുന്നത് ഈ കൃഷ്ണമംഗലംകാരെ അറിയും. അങ്ങനാണോ? അങ്ങനെയാണ് എന്ന് നമ്മുടെ അനു അപ്പം പറയേ. എന്നാൽ പിന്നെ നമുക്ക് നോക്കാം, നോക്കിയിട്ട് തന്നെ കാര്യം. നിന്റെ മുന്നിൽ ജയിക്കാതെ എനിക്ക് ഇനി സമാധാനം കിട്ടില്ലടി എന്നും പറഞ്ഞ് അലോക അനുവിൻ്റെ മുഖത്തിന് ഇടിക്കാനായിട്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ അനു ഒഴിഞ്ഞു മാറും. എടി നീ മാറുന്നോ? നീ വീണ്ടും ഇടിക്കാൻ വരെ നമ്മുടെ അനു വീണ്ടും ഒഴിഞ്ഞു മാറും. ഒന്നും കൂടി ഇടിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ അനുശ്രീ ആണെങ്കിൽ അലോകിൻ്റെ കൈ പിടിച്ച് തടഞ്ഞുകൊണ്ട് അവൻ്റെ നാഭി നോക്കി നല്ലൊരു ചവിട്ട് തൊഴിയങ്ങോടി കൊടുക്കുകയാണ് കേട്ടോ. അലോക് ഇരുന്ന് പോവാ. എന്നിട്ട് നടുവ് മുതുക് നോക്കി നല്ല രണ്ടും നടിയും കൂടി കൊടുക്കുക. എന്നിട്ട് അലോകിനെ പിടിച്ച് ഉന്തിയാണെങ്കിൽ ആ ബെഡിലേക്ക് ഇടുക. അയ്യോ അമ്മേ, ഇവളെന്നെ കൊല്ലുന്നേ എന്നും പറഞ്ഞ് അലോക് വിളിച്ചു കൂവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ രാജശ്രീ അടുക്കളയിൽ ഓരോരോ പണികളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവരും ഇത് കേൾക്കുന്നുണ്ട്. അയ്യോ ഇവളെന്നെ കൊന്നേ. അപ്പം അച്യുതനും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. എന്താ അത്? അലോകിൻ്റെ നിലവിളിയല്ലേ കേട്ടത് എന്ന് അച്യുതൻ പറയേ. ഈ പിള്ളേർക്ക് നേരവും കാലവും ഒന്നുമില്ല, എപ്പോഴും റൊമാൻസ് തന്നെ. അവനൊരു പുലിക്കുട്ടിയാ എന്ന് രാജശ്രീ പറയാ. ഇതൊന്നുമല്ല, എന്തോ അപകടം സംഭവിച്ചിട്ടുള്ള വിളിയാ എന്ന് അച്യുതൻ പറയും. നീ ഇങ്ങോട്ട് വന്നേ, അവൾ ഒരു റൊമാൻസ് എന്നും പറഞ്ഞ് നിൽക്കുന്നു, നമുക്ക് പോയി നോക്കാം എന്ന് പറയാ. ഇതേ സമയം നന്ദിനിയും അതുപോലെ ഇന്ദ്രാമ്മയും കൂടി ഓടിച്ചെല്ലാണ് കേട്ടോ അവരുടെ റൂമിൻ്റെ പുറത്തേക്ക്. അപ്പോൾ വാതിലടച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കും അകത്ത് കയറത്തില്ല. പുറത്തു നിന്ന് വിളിക്കുക, അലോകേ
അനു, അലോകേ, അനുശ്രീ, വാതിൽ തുറന്നേ, എന്താ അവിടെ ശബ്ദം കേട്ടത്? അപ്പം അലോകിനാണ് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അനുവാണ് തൊഴിച്ചെടുത്തൊക്കെ തിരുമ്മിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുക. അപ്പം രാജശ്രീ അങ്ങോട്ട് വരികയാണ്. എന്താ അമ്മേ, എന്താ പറ്റിയത്? അച്യുതനും വരിക. എടാ അലോകേ, വാതിൽ തുറന്നേ, എന്താ സംഭവിച്ചത്? ദേ, പെണ്ണിന്റെ ശക്തി ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടാ, ഞാൻ കതക് തുറക്കാൻ പോവാ എന്ന് അനുശ്രീ അലോകിനോട് പറയും. അപ്പം അനു പോയി വാതിൽ തുറക്കും. അവർ പുറത്തെല്ലാവരും കിടന്ന് വിളിച്ചു പോവാണ് കേട്ടോ ഇവരെ. എന്താ മോളെ, എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത് എന്ന് അകത്ത് വന്ന് എല്ലാവരോടും ചോദിക്കുക. എന്താടാ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുക. നമ്മുടെ അനുശ്രീ ആണെങ്കിൽ നാണമൊക്കെ അഭിനയിച്ചുകൊണ്ട് പറയും, അത് പിന്നെ അലോക് ഇവിടെ കട്ടിലിരുന്നപ്പം താഴേക്ക് വീണ് പോയതാ, അതാ ശബ്ദം കേട്ടത് ആൻറ്റി എന്ന് നാണിച്ചുകൊണ്ട് പറയാം. അപ്പം നന്ദിനിയാണെങ്കിൽ പതിയെ തല കുലുക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറയും, മനസ്സിലായി മനസ്സിലായി. അപ്പം അലോക് നാണം കെട്ടിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരുടെ മുന്നിൽ, തല ഉയർത്തി നോക്കാൻ പോലും പറ്റാതെ. അപ്പം അവനാണ് അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുമ്പം ഷോ എടാ ഞങ്ങൾക്ക് മനസ്സിലായി എടാ എന്ന് വീണ്ടും പറയണേ. എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്നും പറഞ്ഞ് അലോക് പതിയെ എഴുന്നേറ്റുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുക. അപ്പം അലോകിൻ്റെ പോക്ക് കാണുമ്പം അച്യുതനൊരു പന്തികേട് തോന്നുകയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവർ തമ്മിൽ എന്തോ റൊമാൻസ് നടന്നതാ, അതിൻ്റെ പരിണിത ഫലവാ എന്നുള്ള രീതിയിൽ നാണിച്ച് തല താഴ്ത്തി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. അച്യുതൻ മാത്രം ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ, എന്താ സംഭവിച്ചത്, എന്തോ ഉണ്ട്. ഇതേ സമയം നമ്മുടെ ധർമ്മനാണെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് കയറി വരിക. അലോക് അപ്പം നടുവിനും തിരുമ്മിക്കൊണ്ട് തിണ്ണെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലോക് നടുവും തിരുമ്മി നിൽക്കുന്ന കാണുമ്പം ധർമ്മനാണ് നോക്കി നിൽക്കുക. ഓ, ഈ ചെറിയച്ഛൻ എന്താ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്? എൻ്റെ ഈ അവസ്ഥ കണ്ട അതും ദേവമംഗലത്ത് പോയി പറഞ്ഞു കൊടുക്കും. ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ വീട്ടിൽ കാലുകുത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. ഇത്രയും ദുഷ്ടനാവരുതടാ അലോകെ എന്ന് അലോകിനോട് നമ്മുടെ ധർമ്മം പറയൂട്ടോ. ദേ കൊച്ചച്ഛൻ ചെല്ല, ഒന്നാമത് എനിക്ക് നല്ല ദേഷ്യം വന്ന് നിൽക്കുക, ഞാൻ സമതലം തെറ്റി എവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുവേ. അപ്പോഴത്തേക്കും അവൻ ഇടറി വീഴും. അപ്പോഴത്തേക്കും വീഴാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ധർമ്മം പിടിക്കും. എടാ എന്താ പറ്റിയ നിൻ്റെ കാലിന്? നീ എവിടെയെങ്കിലും മറിഞ്ഞു വീണോ? വീടങ്ങോട്ട്, എന്നെ ആരും സഹായിക്കണ്ട, എനിക്ക് തന്നെ നടക്കാൻ പറ്റും. എടാ എന്താ, നീ കാര്യം പറ, നിൻ്റെ കാലിന് എന്താ പറ്റി എന്ന് ചോദിക്കുക. ഒക്കെ ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചച്ച, എന്നെ അവൾക്ക് ശരിക്കും അറിയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ധർമ്മൻ അകത്തേക്ക് കയറി പോവുക. അനു കൊടുത്തതാണെന്ന് ധർമ്മനും തോന്നുക. ഓ എൻ്റെ പൊന്നു, നേരത്തെ ഇവളുടെ സഹോദരന്മാരുടെ ഇടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ദേ ഇവളുടെ ഇടിയും കൊള്ളണം, ഇവളും ഇടി തുടങ്ങി. വരട്ടെ, അവൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അലോക് ആരാണെന്ന് അവൾക്ക് ഞാൻ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവൾ എന്നെ ഇടിച്ചിരിക്കുന്നു, അതും എൻ്റെ നാഭി നോക്കി. അനുവിന് അറിയില്ല ഈ അലോകിനെ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അനു ആണെങ്കിൽ പുറത്തേക്ക് വരുമ്പോഴാണ് ധർമ്മനകത്തേക്ക് കയറി വരുന്നത് കാണുന്നത്. ധർമ്മനെ കാണുമ്പം നമ്മുടെ അനുക്കുട്ടി ആകെ ഇമോഷണലായി പോവാണേ. ധർമ്മനാണെങ്കിൽ അനുവിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുക. അത് കാണുമ്പോൾ അവൾക്ക് സങ്കടം വരും. മാമ എന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങും. ആരടി നിൻ്റെ മാമൻ എന്നപ്പോൾ ധർമ്മൻ ചോദിക്കുക. ഞാൻ നിൻ്റെ മാമനും ചിറ്റപ്പനും ഒന്നും അല്ല, ബന്ധങ്ങളൊക്കെ തീർന്നു, ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടല്ലേ നീ അവൻ്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എന്ന് ചോദിക്കുക. അപ്പം അനു അവിടെ നിന്ന് കരയുക. വെറുതെ മുതലക്കണ്ണീരൊന്നും ഒഴുക്കണ്ട, അവിടെ നിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടന്മാരും ഒക്കെ കരഞ്ഞ് തളർന്ന് കിടക്കുക, നിനക്ക് അവരെ കാണണോ എന്ന് ചോദിക്കുക. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയില്ല. ഒരു കുടുംബത്തെ മുഴുവനും പാതാളക്കുഴിയിൽ കൊണ്ടിട്ടിട്ട് അവൾ നിന്ന് കരയുന്നു, നിനക്ക് നാണം ഉണ്ടോടി എന്ന് ധർമ്മൻ ചോദിക്കുക. നിനക്ക് അലോകനെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിന് ഇങ്ങനൊരു വഴിയായിരുന്നോടി കണ്ടുപിടിക്കേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുക. അപ്പം അനു അവിടെ നിന്ന് കരയാണ് കേട്ടോ. നീ അളിയനോട് കാണിച്ചതേ ചതിയും വഞ്ചനയൊന്നും അല്ല, മഹാപാപവാടി, അത്രയ്ക്കും വലിയ പാപമാണ് നീ ചെയ്തത്. ആ പാപത്തിനെ നീ എന്തുമാത്രം വേദനിപ്പിച്ചടി, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നിരിക്കും. എത്ര ജന്മം അനുഭവിച്ചാലും ആ പാപമൊന്നും തീരാൻ പോകുന്നില്ലടി, നിന്റെ തലയിൽ അത് എന്നും കാലാകാലം നിലനിൽക്കും എന്ന് പറയാം. അപ്പം അനുശ്രീ അവിടെ നിന്ന് കരയുവാണ് കേട്ടോ, നിസ്സഹായമായിട്ട്. ധർമ്മനാണ് അനുവിനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ദേഷ്യം വരിക. നീ എന്തിനാടി എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കള്ളക്കണ്ണീർ ഒഴുക്കുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് അനുവാണെങ്കിൽ ഓടിപ്പോയി ധർമ്മനെ കെട്ടിപ്പിടിക്കുക. മാമ എന്നോട് ക്ഷമിക്കും മാമ എന്നും പറഞ്ഞ് കരയുക. അപ്പം അനുവിൻ്റെ കണ്ണുനീര് കാണുമ്പം ധർമ്മൻ്റെ മനസ്സൊന്ന് ഇടറുവാണ് കേട്ടോ. മതി, ഇനി കരയണ്ട, ആരും കേൾക്കണ്ട, ഇവിടെ ഉള്ളവരിനി അത് കാണണ്ട എന്നും പറഞ്ഞ് അനുവിനെ തൻ്റെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റുവാണേ. അപ്പം അനുവാണ് തല കുനിച്ച് തന്നെ നിൽക്കുക. എന്നാ നീ കാണിച്ചതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ അനു എന്ന് ധർമ്മം വീണ്ടും ചോദിക്കാൻ കേട്ടോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ആയിട്ട് നിൻ്റെ ജീവിതം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. നിന്റെ മുഖം ഇനി ജീവിതത്തിൽ കാണേണ്ടത് ഞാൻ തീരുമാനിച്ചതാ, പക്ഷെ വരേണ്ടി വന്നു, അതെൻ്റെ അവസ്ഥയായി പോയി എന്ന് പറയാം. മീനാക്ഷി ഒരു കാര്യം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിന്നെ അറിയിക്കാനാ വന്നേ.
എന്താ മാമ എന്ന് അനു അപ്പം ചോദിക്കേ. നിന്നെയും കൂട്ടി അമ്പലത്തിലേക്ക് ചെല്ലണമെന്ന് മീനു എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വരണം. മീനു മിത്രയും അവിടെ നിൽപ്പുണ്ടാവും. അവർക്ക് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന്. വേണ്ട മാമ, എനിക്ക് പറ്റില്ല. പറ്റണം. നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നേ പറ്റൂ. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊണ്ട് ചെല്ലണമെന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കത് ചെയ്തേ പറ്റൂ. നിന്നെ കൊല്ലാനും തിന്നാനും ഒന്നുമല്ല, എന്തോ പറയാൻ വേണ്ടിയാ. എന്താണെന്ന് എനിക്കറിയില്ല. അനിയത്തി കുട്ടിയെന്നും പറഞ്ഞ് നിന്നെ കൈവെള്ളയെ കൊണ്ട് നടന്നതല്ലേ. അവർക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. ഇനി മുറി കയറി കഥ കടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. എടുത്തു ചാടി ഓരോന്നും ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കണമായിരുന്നു ഇങ്ങനെ മുഖാമുഖം കാണേണ്ടി വരുമെന്ന്. എല്ലാവരും അടുത്തടുത്ത് കിടക്കുന്നവരാണെന്നുള്ള ബോധം നിനക്കില്ലേ? ഇവിടെ എന്തു പറയണമെന്ന് ആലോചിച്ചാണോ നീ നിൽക്കുന്നേ? അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അമ്മയോടും ഏട്ടന്മാരോടൊക്കെ ഞാൻ അനുവാദം വാങ്ങിച്ചോളാം. അമ്പലത്തിൽ തൊഴിയിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ അവരാരും എതിർക്കാനൊന്നും വരില്ല എന്ന് ധർമ്മം വീണ്ടും അനുവിനോട് പറയാം. മാമ, ഞാൻ വരുന്നില്ല. വന്നേ പറ്റൂ. ഇനി അതിലൊരു എതിർപ്പ് നീ പറയണ്ട. അപ്പം അനു തലയാട്ടു കേട്ടോ, വരാം എന്നുള്ള രീതിയിൽ. അതിരിക്കട്ടെ, അലോകിൻ്റെ കാലിനെന്താ പറ്റിയേ? അവൻ മുടന്തി പോകുന്നത് കണ്ടായിരുന്നല്ലോ എന്ന് ധർമ്മം ചോദിക്കുക. അപ്പം അനു ആണെങ്കിൽ മിണ്ടാതെ നിൽക്കുക. എന്നിട്ട് പുച്ഛത്തോടൊന്ന് ചിരിക്കുവേ. അപ്പം തന്നെ ധർമ്മനാണെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നുവാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ ധർമ്മനാണെങ്കിൽ അതിനുശേഷം അനുവിനെയും വിളിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ അനുവിനോട് വഴിയിലൊന്നും മിണ്ടുന്നൊന്നുമില്ലേ. അപ്പം അനുവിന് ഒരുപാട് സങ്കടം തോന്നുക. അപ്പം അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അതിനുശേഷം നമ്മുടെ അനു ധർമ്മനോട് പറയും, മാമൻ ഇത്ര സമയം ഉണ്ടായിട്ട് എന്നോടൊരു അക്ഷരം പോലും മിണ്ടിയില്ല. എനിക്കറിയാം എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് അറിയാം. ഞാൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നോട് ഇങ്ങനൊരു അകൽച്ച കാണിക്കില്ലേ മാമ? എനിക്കത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ മുന്നിൽ വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. എന്നെ ഒന്ന് വഴക്കെങ്കിലും പറയും മാമ. നിന്റെ ഏടത്തിമാര് നിന്നെയും കാത്തവിടെ ഇരിപ്പുണ്ട്. നീ ചെല്ല്, അവരോട് സംസാരിക്കുക. എനിക്കിനി ഒന്നും സംസാരിക്കാനില്ലനു എന്ന് ധർമ്മം പറയാണ് കേട്ടോ. അത് കാണുമ്പം അനുവിന് ഒരുപാട് സങ്കടം തോന്നുവാണേ. അനു അമ്പലത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. അവിടെ ഇത്രയും മീനും അനുവിനെയും കാത്തു നിൽപ്പുണ്ട്. അവരെ കാണുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ അനു നിൽക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര അടുത്തേക്ക് മോളെ അനു എന്നും പറഞ്ഞ് ചെല്ലുവേ. പക്ഷേ നമ്മുടെ അനു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മീനു ആണെങ്കിൽ അവളെ തന്നെ സൂക്ഷിച്ച് തുറിച്ചു നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. എന്താ എടുത്തി എന്ന് ചോദിക്കുക. നിനക്ക് സുഖമാണോ മോളെ എന്ന് മിത്ര അപ്പം ചോദിക്കുകയാണ് കേട്ടോ. നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്ന് മിത്ര വീണ്ടും ചോദിക്കുക. പക്ഷേ മീനുവിൻ്റെ മുഖത്തേക്കാണ് അനു നോക്കുന്നത്. മീനു ആണെങ്കിൽ അവളോടൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. മീനു ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര പറയും, മീനു ചേച്ചി അവളോട് സംസാരിക്കുക. നമ്മൾ വിളിച്ചിട്ടല്ലേ അവൾ വന്നത്. എന്നിട്ട് ചേച്ചി എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുക. നമുക്ക് സംസാരിക്കാനുള്ളത് ഇവളോട് സംസാരിക്കണ്ടേ ചേച്ചി എന്ന് വീണ്ടും പറയാം. ചേച്ചി ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കല്ലേ, അവളോടൊന്ന് സംസാരിക്കുക. എന്ത് പ്രശ്നം വരുമ്പോഴും എനിക്ക് ധൈര്യം തരുന്ന എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഏടത്തിമാരാ. എനിക്കത് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്കൊരിക്കലും ഞാൻ ചെയ്തത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് എന്നെ വഴക്കു പറയാം, തല്ലാം, അതിനൊക്കെയുള്ള അർഹത നിങ്ങൾക്കുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയാം. നിന്നെ കാണുമ്പം ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് മീനു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാൻ കേട്ടോ. പക്ഷേ ഇപ്പം ഒന്നും എനിക്ക് ചോദിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാം. മീൻ ചേച്ചിക്ക് ഇപ്പം എന്താ അറിയേണ്ടത് എന്ന് അപ്പം അനുശ്രീ കുറച്ച് ബോൾഡായിട്ട് ചോദിക്കുക. ഈ കല്യാണം എങ്ങനെ നടന്നു എന്നാണോ അറിയേണ്ടത് എന്ന് ചോദിക്കുക. അലോകിനെ കല്യാണം കഴിക്കാൻ ഞാൻ എന്തിനു സമ്മതിച്ചു എന്നോ എന്താ അറിയേണ്ടത് എന്ന് ചോദിക്കാം. അലോകിനെ കല്യാണം കഴിക്കാൻ നീ സമ്മതിച്ചെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അനു എന്ന് മീനു അപ്പം പറയാണ് കേട്ടോ. നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തോ? ഞങ്ങൾക്കറിയാവുന്ന അനുശ്രീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കല്യാണോ അത് നടന്നു, അത്രേ ഉള്ളൂ. ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട. ആ വീടുമായിട്ട് നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ മോളെ എന്ന് മിത്രയപ്പം ചോദിക്കാം. മറ്റാരും നിന്റെ കൂടെ നിന്നില്ലെങ്കിലും മുത്തശ്ശൻ നിന്റെ കൂടെ നിൽക്കും, അതെനിക്ക് ഉറപ്പാ. പിന്നെ എൻ്റെ അമ്മയും ഒരു പാവമാ അനു. അലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിച്ചതാണെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് എന്ന് മീനു അപ്പം ചോദിക്കുകയാണ്. പിന്നെ എന്നിട്ട് കല്യാണ തലേന്ന് നീ എന്തിനാ അവനെ തേടി പോയത്? അതിൻ്റെ എന്താ ആവശ്യം ഉണ്ടായിരുന്നത്? അപ്പം മിത്ര പറയും, എന്തോ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അല്ലാതെ നീ ഒരിക്കലും അലോകവുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാ. അവൻ നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാതെ നീ ഇങ്ങനൊരു കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് മീനും പറയാൻ കേട്ടോ. അനുമോളെ നീ സത്യം പറ, എന്താ സംഭവിച്ചത് എന്ന് മിത്ര വീണ്ടും നിർബന്ധിക്കുക. അപ്പം അനുവിനാണെ കരച്ചിൽ വരിക. ഞങ്ങളിൽ നിന്ന് നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അനു, അതെനിക്ക് ഉറപ്പാ. നീ എന്താണെന്ന് വെച്ചാൽ സത്യം പറയുന്നുണ്ടോ എന്ന് ചോദിക്കുക. നീ താലി എടുത്ത് കാണിച്ചപ്പം അലോക അമ്പരന്ന് ഞെട്ടി നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാ. അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് മിത്ര പറയാം. അതിനർത്ഥം എന്താ?
ഈ കല്യാണം അവൻ പോലും പ്രതീക്ഷിക്കാതെ നടന്നു എന്നല്ലേ? നീ സത്യം പറ അനുമോളെ എന്ന് മിത്ര വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് കേട്ടോ. ഇനിയെങ്കിലും നീ ഒന്ന് സത്യം പറ, നീ ഇങ്ങനെ എല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നതാ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് മീനുവും പറയാം. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു ചേച്ചി എന്ന് അനു അപ്പ പറയാണ് കേട്ടോ. അതുകൊണ്ടാ മീനു ചേച്ചി എനിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്ത് സംഭവിച്ചേ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. നിനക്ക് എന്താ ഉണ്ടായത് എന്ന് വീണ്ടും ചോദിക്കാം. ദേ, നിനക്ക് ഇച്ചിരിയെങ്കിലും സ്നേഹം ഞങ്ങളോടുണ്ടെങ്കിൽ നീ സത്യങ്ങളൊക്കെ തുറന്ന് പറ മോളെ എന്ന് മിത്ര പറയാണ്. അലോക് നിന്നെ ഭീഷണിപ്പെടുത്തിയോ? അങ്ങനെയാണോ അവൻ ഈ കല്യാണം നടത്തിയത്? അലോക് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് അനു അപ്പ പറയാം. പക്ഷേ അതവന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞല്ല എന്ന് അനു പറയാം. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കാം. അച്ഛൻ നിശ്ചയിച്ച എൻ്റെ കല്യാണം മുടങ്ങണം എന്നും പറഞ്ഞ അവൻ ഭീഷണിപ്പെടുത്തിയത്, അത് മുടക്കണമെന്നും പറഞ്ഞ അവൻ എന്നെ ഓരോ തവണ ഭീഷണിപ്പെടുത്തിയത്. അവൻ എന്നെ കുറേ മോർഫ് ചെയ്ത ഫോട്ടോകൾ അയച്ചിരുന്നു, അവൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറേ ഫോട്ടോകൾ. അത് കണ്ടാൽ ആർക്കും വിശ്വാസം വരും. പക്ഷേ അതൊന്നും റിയൽ ആയിരുന്നില്ല, എല്ലാം മോർഫ് ചെയ്തതാ. ഞങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കും. അതൊക്കെ ഈ നാട് മുഴുവൻ ഒട്ടിക്കുമെന്നും പറഞ്ഞ് അവരെന്നെ ഭീഷണിപ്പെടുത്തി എന്ന് അനു പറയാനിട്ട് കേൾക്കുമ്പോൾ മീനും ഇത്ര ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. മോളെ എന്തൊക്കെയായി സംഭവിച്ചത്? എന്നിട്ട് നീ എന്താ ഞങ്ങളോടിത് പറയാതിരുന്നത് എന്ന് ചോദിക്കാം. അത് ചേച്ചി, ജീവനും അവൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ ഈ ഫോട്ടോകളെല്ലാം അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ എൻ്റെ കുടുംബത്തെ മാനം കെടുത്തുവെന്നും അവൻ എന്നെ വെല്ലുവിളിച്ചു എന്ന് പറയാം. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇത്രയൊക്കെ ചെയ്ത് അവനോട് മാപ്പ് പറയാനോ എന്ന് മിത്രയപ്പ ചോദിക്കുക. നിനക്ക് ഈ കാര്യം നേരത്തെ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ നിന്നോട് എപ്പോഴും ചോദിക്കുന്നതല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ആ ഫോട്ടോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണോ നിന്നെ അവൻ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് എന്ന് ചോദിക്കുക. അല്ല എന്ന് അപ്പം അനു പറയാം. അല്ലേ എന്ന് അപ്പോൾ രണ്ടുപേരോട് വീണ്ടും ചോദിക്കാം. പിന്നെ എങ്ങനെ ഈ കല്യാണം നടന്നത് മോളെ എന്ന് മിത്ര ചോദിക്കാം. കല്യാണ തലേന്ന് അലോകിനെ കാണാൻ വേണ്ടി ഞാൻ പോയത് എൻ്റെ വഴിക്ക് വിടണമെന്ന് പറഞ്ഞ് അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാ എന്ന് അനു പറയാം. പക്ഷേ അവൻ അവിടെ വെച്ച് എന്നെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി, എന്നിട്ട് എന്നെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് കെട്ടിയിട്ടു എന്ന് പറയാം. അപ്പം മീനു ചോദിക്കും, പിന്നെ എങ്ങനെയാ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്? അത് കേൾക്കുന്ന അനു പറയും, അതിന് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അലോകല്ലേ, എന്തൊക്കെയായി പറയുന്നേ? ഞാനാ എന്നപ്പം അവർക്ക് മറുപടിയായിട്ട് അനുശ്രീ പറയും കേട്ടോ. നീയോ മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് മീനു അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ നടന്ന ഓരോ കാര്യങ്ങളും അനു അവൾ പറയാൻ കേട്ടോ. അവൾ സ്വയം എടുത്ത് താലി കെട്ടേണ്ട അവസ്ഥ വന്നതും ഇറങ്ങി വന്നതും ഒക്കെ. നീ എന്ത് കാര്യമോ മോളെ ഈ ചെയ്തത് എന്ന് മീനു ചോദിക്കാം. നിനക്ക് എല്ലാവരോടും ഈ കാര്യം തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് മിത്രയും ചോദിക്കുക. ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കില്ലായിരുന്നോ? ആ സമയത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും എന്നെ വിശ്വസിക്കുമോ ഏടത്തിമാരെ എന്ന് ചോദിക്കുക. ജീവൻ എന്നെ കല്യാണം കഴിക്കുമോ? ഇല്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. നമ്മുടെ കുടുംബം നാണം കെടും, അത്ര തന്നെ. ഒരു രാത്രി മുഴുവൻ ഒരുത്തൻ്റെ കൂടെ കഴിഞ്ഞൊരു പെണ്ണിനെ വേറെ ആരെങ്കിലും വിവാഹം ചെയ്യുമോ? നിങ്ങൾ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ എന്ന് മീനുവിനോടും മിത്രോടും ചോദിക്കുക. അതോടുകൂടി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഏട്ടന്മാർക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്ന് അനു വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും മറുപടി ഇല്ലാതെ മീനും മിത്രയും നിൽക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു അലോകിൻ്റെ ആവശ്യവും. അലോക് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ പാടില്ലെന്ന് എനിക്ക് വാശിയായിരുന്നു. എന്നെ വേദനയിലാഴ്ത്തിയിട്ട് അവനങ്ങനെ സന്തോഷിച്ച് ജീവിക്കണ്ട. അവനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ ജീവിതം തുലക്കണമായിരുന്നോ മോളെ എന്ന് മീനു ചോദിക്കാം. അവൻ്റെ തെറ്റുകൾക്ക് ഞാൻ അവനെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അവൻ വെന്തുരുകും എൻ്റെ മുന്നിൽ. ഇനി ഓരോ നിമിഷവും അവൻ മനസ്സമാധാനത്തോടെ ജീവിക്കില്ല. അവൻ്റെ മനസ്സമാധാനം ഞാൻ പൂർണ്ണമായിട്ടും കെടുത്തും. അവൻ എൻ്റെ കുടുംബത്തോട് ചെയ്തതൊക്കെ അവൻ അനുഭവിക്കണം. അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അവൻ്റെ ഭാര്യയാകാൻ തീരുമാനിച്ചത്. കൃഷ്ണമംഗലത്ത് അവൻ്റെ ഭാര്യയായിട്ട് ഞാൻ നിൽക്കുന്നതും. മോളെ, ഈ താലി നീ സ്വയം കിട്ടിയതാണെന്ന് അവൻ ആരോടേലും പറയില്ലേ എന്ന് മീനു അപ്പം ചോദിക്കുക. അവനതെങ്ങനെ പറയും? അവനൊരാണല്ലേ. ഈ കാര്യം പുറത്തറിഞ്ഞാൽ അവൻ്റെ അഭിമാനം തകരുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ അത്തരത്തിലൊരു കാര്യം ചെയ്യില്ല. അഭിമാനമോ? അവനൊക്കെ എന്ത് അഭിമാനമോ ഉള്ളത് എന്ന് മിത്ര ചോദിക്കുക. അവനെ ഇക്കാര്യമൊന്നും പുറത്തു പറയില്ല. പക്ഷെ ആ ദേഷ്യത്തിൽ നിന്നെ അങ്ങേയറ്റം ടോർച്ചർ ചെയ്യും. നിനക്കതൊന്നും താങ്ങാൻ കഴിയില്ല. നിനക്ക് ശരിക്കും അറിയില്ല മോളെ അലോകിനെ. അവൻ എൻ്റെ കുടുംബത്തോട് എത്ര ദേഷ്യമുണ്ടോ, എത്ര പകയുണ്ടോ, അതിൻ്റെ ഇരട്ടിയും ദേഷ്യവും പകയും എനിക്കിപ്പോൾ അവനോടുണ്ട്.
വേണ്ട മോളെ, ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് മീനു പറയാം. അച്ഛനും അമ്മയും ഏട്ടന്മാരെ ഞങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാം. വേണ്ട എടുത്തി, ഞാൻ വരില്ല എന്ന് പറയാം. അപ്പം മിത്രൻ പറയും, മോളെ ദയവ് ചെയ്ത് നീ നിന്റെ ജീവിതം ഇങ്ങനെ തൊലയ്ക്കല്ലേ എന്ന് പറയാം. ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പം നിങ്ങളോട് ആരോടും അത് ഞാൻ പറഞ്ഞില്ല. അത് എൻ്റെ ഭാഗത്തെ തെറ്റാ. പക്ഷേ അതിലും വലിയ തെറ്റ് ഞാൻ ചെയ്തു എന്ന് അനു പറയാം. അലോക് ഭീഷണിപ്പെടുത്തുന്ന കാര്യം സുകന്യ ചേച്ചിയോട് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് അനു പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും മിത്രമീനും ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്താ മോളെ സംഭവിച്ചത്? നീ എന്താ ഈ പറയുന്നേ? സുകന്യ ചേച്ചിയാണോ ഇതിനൊക്കെ പിന്നിൽ? അതെ, അവർ തന്നെയാ. നമ്മൾ കാണുന്ന സ്വഭാവമൊന്നും അല്ല അവർക്ക്. എന്നെ അലോകിൻ്റെ കൂടെ പറഞ്ഞയച്ചത് പോലും അവരൊറ്റ ഒരുത്തിയാ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ മീനും ഇത്രയും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടാണോ അവരൊന്നും അറിയാത്ത പോലെ അവിടെ അഭിനയിച്ച് നിൽക്കുന്നത്? മീനു ചേച്ചി, അവരോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പാടില്ല നിങ്ങൾ എന്ന് അനു പറയാം. ചേച്ചി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇക്കാര്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല. ഇല്ല, ഞങ്ങൾ ഇപ്പം തന്നെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുക. ഞാൻ വരില്ല എന്ന് അനു വാശി പിടിക്കും. ഞാൻ കൃഷ്ണമംഗലത്ത് തന്നെ നിൽക്കും. നമ്മുടെ കുടുംബത്തോട് ചെയ്തതിനൊക്കെ ഞാൻ അവനോട് പകരം വീട്ടും എന്ന് അനു വാശിയോട് കൂടി പറയാം. എൻ്റെ പ്രതികാരം അവസാനിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ദേവമംഗലത്തേക്ക് തിരിച്ചു വരുള്ളൂ. ഈ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് എൻ്റെ വീട്ടുകാരറിയാൻ പാടുള്ളൂ എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അക്കാര്യം എൻ്റെ ഏടത്തിമാർ എനിക്ക് സത്യം ചെയ്തു തരണം. നിങ്ങളായിട്ട് ആരോടും ഇക്കാര്യം പറയരുതെന്ന് എനിക്ക് വാക്ക് തരണം. സത്യം ചെയ്യാനാ പറഞ്ഞത്. എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ സത്യം ചെയ്ത് തരണം. ഇക്കാര്യങ്ങളൊന്നും ആരെ അറിയിക്കില്ലെന്ന്. അപ്പം മീനും ഇത്രയും പരസ്പരം നോക്കി നിൽക്കുക. സത്യം ചെയ്യുക ഏടത്തിമാരെ എന്ന് പറയണം കേട്ടോ. അപ്പം പതിയെ മിത്ര കൈ വെക്കുകയാണേ. അപ്പം മിത്ര കൈ വെക്കുന്ന കാണുമ്പോൾ മീനു മിത്രയുടെ കൈയുടെ മുകളിലേക്ക് വെക്കുക. ഞങ്ങളായിട്ട് ഇതാരോടും പറയില്ല. അച്ഛനോ അമ്മയോ എൻ്റെ ഏട്ടന്മാരോ നമ്മുടെ കുടുംബത്തിലെ ആരും ഇക്കാര്യം അറിയാൻ പാടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞേ അറിയേണ്ടതൊക്കെ അവരറിയാവൂ. അതുവരെ ഇക്കാര്യം നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ഞാൻ പറയാതെ ഇതിനെപ്പറ്റി ആരോടും ഒരക്ഷരം പോലും നിങ്ങൾ പറയാനും പാടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം അവരതിന് സമ്മതിക്കാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും